ഹായ്. അങ്ങനെ അടുത്ത വ്യാഴം വെള്ളി ദിവസം വന്നിരിക്കുകയാണ്. സിനിമകൾ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന ദിവസങ്ങളാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ. അപ്പോൾ 27, 28 ഫെബ്രുവരി മാസം 27, 28 ദിവസങ്ങളിൽ തീയതികളിൽ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 14ഓളം റിലീസുകളാണ്, 14ഓളം സിനിമകളാണ് ഈ 2 ദിവസങ്ങളിലായിട്ട് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഏതൊക്കെ നോക്കാം നമുക്ക്. മലയാളം, തമിഴ്, ഇംഗ്ലീഷ് എല്ലാ ഭാഷകളിലും ഉണ്ട്. ഏതൊക്കെ നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. ഫയർ എന്നാണ് സിനിമയുടെ പേര്. ഒരു സർട്ടിഫിക്കറ്റ് മൂവിയാണ് ഈ സിനിമ എന്നുള്ളത്. കേരളത്തിൽ ഈ ഒരു സിനിമ എന്നുള്ളത് നാളെ, അതായത് ഫെബ്രുവരി മാസം 27-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ സിനിമ തമിഴ്നാട്ടിലൊക്കെ റിലീസ് ചെയ്തതാണ്. അടുത്തൊരു മലയാളം മൂവിയാണ്. സ്വാസിക, ധ്രുവൻ, ഗൗതം കൃഷ്ണ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് രണ്ടായി ആമെന്ന് പറയുന്ന സിനിമ. ഈ സിനിമ ഫെബ്രുവരി മാസം 28-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു തമിഴ് മൂവിയാണ്. ജീവ, അർജുൻ സർജ, രാഷി ഖന്ന, യോഗി ബാബു എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ, അഡ്വഞ്ചർ, ഫാൻറ്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. അഗതിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഫെബ്രുവരി മാസം 28-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. മച്ചാൻ്റെ മാലാക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൗബിൻ ഷാഹിർ, നമിത പ്രമോദ്, ദിലീഷ് പോത്ത് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ഫെബ്രുവരി മാസം 27-ാം തീയതി, അതായത് നാളെയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്ത ഒരു മലയാള സിനിമ തന്നെയാണ്. ആത്മ സഹോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമ ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ ബ്രൂട്ടലിസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. ഇടി, മഴ, കാറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ചെമ്പൻ വിനോദ്, ശ്രീനാഥ് വാസിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമ ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു മലയാള സിനിമ തന്നെയാണ്. അരിക് എന്നാണ് ഈ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന മലയാള സിനിമയുടെ പേര് വരുന്നത്. അരിക് എന്നാണ്. സെന്തിൽ കൃഷ്ണനാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി മാസം 28-ാം തീയതി ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ധ്യാൻ ശ്രീനിവാസനും മഞ്ജു വർഗീസും ശ്രീനിവാസനും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആപ് കൈസേഹോ എന്ന് പറഞ്ഞ സിനിമയാണ്. വിനയ് ജോസ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ധ്യാൻ ശ്രീനിവാസൻ തന്നെയാണ് ഈ സിനിമയുടെ റൈറ്ററായിട്ട് വന്നിട്ടുള്ളത്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. 28-ാം തീയതി ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു മലയാളം ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയാണ് ചാട്ടുളി എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ ആഴ്ച ഞാൻ അപ്ഡേറ്റ് ഇട്ട സമയത്ത് ഈ ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ചാട്ടുളി എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അതുപോലെ തന്നെ ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമ കൂടി കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുണ്ട്. ഉരുൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ഓക്കെ. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് ബയോഗ്രാഫി ഡ്രാമ മ്യൂസിക്കൽ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. എ കംപ്ലീറ്റ് അൺനോൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ബയോഗ്രാഫി കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. സൂപ്പർ ബോയ്സ് ഓഫ് മേലഗോൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ക്രാക്സി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നിമിഷ സജിനൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി മാസം 28-ാം തീയതി ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു അഡ്വഞ്ചർ ആനിമേഷൻ ഫാമിലി ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഫ്ലോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഫെബ്രുവരി മാസം 28-ാം തീയതി ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്, ഇത്രയും സിനിമകളാണ് നാളെയും മറ്റന്നാളും ആയിട്ട് ഫെബ്രുവരി മാസം 27, 28 ദിവസങ്ങളായിട്ട് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിലുള്ള സിനിമകൾ ഏതൊക്കെയാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.